ഹലോ, ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥുള്ളി. നമുക്കെല്ലാവർക്കും മധുരം വളരെ സ്വാദിഷ്ടമായ ഒന്നാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. മധുരത്തിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് 3 പദാർത്ഥങ്ങളെയാണ്. അതായത് നമ്മുടെ സാധാരണ പഞ്ചസാര അല്ലെ വൈറ്റ് ഷുഗർ, പിന്നെ ബ്രൗൺ ഷുഗർ എന്നും പറഞ്ഞ് ഒരു മധുരമുണ്ട്. ഇതുകൂടാതെ ജാഗരി അല്ലെങ്കിൽ ശർക്കര ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇത് മൂന്നും ഒരുപോലെ തന്നെയാണോ? അപ്പോൾ ഈ പ്രമേഹ രോഗികളാണ് മധുരം കഴിക്കരുത് എന്ന് പ്രധാനമായിട്ടും അവരോടാണ് ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ പക്ഷേ അവരിൽ പലരും പറയും പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാവോ അല്ലെ ശർക്കര ഉപയോഗിക്കാവോ എന്നൊക്കെ മിക്ക പ്രമേഹ രോഗികൾക്കും സംശയമുണ്ട്. സാധാരണ ആൾക്കാർ ആണെങ്കിലും അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, മധുരം കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാകുമോ, അല്ലെ നമുക്ക് ഈ 3 മധുരത്തിൽ ഏതാണ് ഏറ്റവും നല്ലത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ പഞ്ചസാരയും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും നമ്മുടെ ശർക്കരയും ഇത് മൂന്നും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പഞ്ചസാര, ശർക്കര അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ ഇത് മൂന്നും ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണഗതിയിൽ കരിമ്പിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കരിമ്പിൽ നിന്നും അതിൻ്റെ ജ്യൂസ് എടുത്ത് അത് ഫാക്ടറിയിൽ അതിനെ പരിവർത്തനം ചെയ്ത് അതിൻ്റെ മധുരമുള്ള വസ്തു മാത്രം, അതായത് അതിനെ കൂടുതൽ റിഫൈൻഡ് ചെയ്ത് കംപ്ലീറ്റ്ലി അതിൻ്റെ മൊളാസസ് എന്നും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന അതിൻ്റെ ദ്രവരൂപത്തിലുള്ള പദാർത്ഥമാണ് മൊളാസസ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ ഈ മൊളാസസ് കംപ്ലീറ്റ് 100% നീക്കം ചെയ്ത് നമുക്കതിൻ്റെ മധുരമുള്ള സാധനം മാത്രം നൽകുന്നതാണ് ടേബിൾ ഷുഗർ. ഈ ടേബിൾ ഷുഗറിനകത്തും ബ്രൗൺ ഷുഗറിനകത്തും അതുപോലെ തന്നെ ശർക്കരയ്ക്കകത്തും ഉള്ള ഷുഗറിനെ ഡോക്ടർമാർ സുക്രോസ് എന്നാണ് വിളിക്കുന്നത്. പലതരത്തിലുള്ള മധുരമുണ്ട്. ഗ്ലൂക്കോസിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഒരു തരത്തിലുള്ള മധുരമാണ്. പിന്നെ പഴങ്ങളിലുള്ള മധുരം അല്ലെ തേനിലുള്ള മധുരം അത് ഫ്രക്ടോസാണ്. നമ്മുടെ പഞ്ചസാര, ശർക്കര, ബ്രൗൺ ഷുഗർ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മധുരം സുക്രോസാണ്. പാലിനകത്തൊരു മധുരമുണ്ട്, അതിനെ ലാക്ടോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മധുരങ്ങളുണ്ട്. അപ്പോൾ കരിമ്പിൽ നിന്നും ഈ നമ്മൾ വൈറ്റ് ഷുഗർ ഉണ്ടാക്കുമ്പോൾ ആ സുക്രോസ് മാത്രമാണ് അത് നമുക്ക് ടേബിൾ ഷുഗറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബ്രൗൺ ഷുഗർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്? അതും ഷുഗർ കെയിനിൽ നിന്നാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. അവിടെ നമുക്ക് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അതിനകത്തെ മൊളാസസ്, ദ്രവരൂപത്തിലുള്ള മൊളാസസ് മുഴുവൻ നീക്കം ചെയ്യുന്നില്ല. അപ്പോൾ ഈ വൈറ്റ് ഷുഗറിൻ്റെ കൂടെ കുറച്ച് മൊളാസസ് കൂടെ കാണും. അതാണ് അപ്പോൾ അതിനൊരു ബ്രൗൺ ഷുഗർ കിട്ടും, അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതാണ് ഈ ബ്രൗൺ ഷുഗറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ നമുക്കിപ്പോൾ ബ്രൗൺ ഷുഗർ നിർമ്മിക്കുന്നത് കൂടുതലും ഫാക്ടറികളിലാണ്. അപ്പോൾ പുതിയ മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൗൺ ഷുഗർ ആക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് മൊളാസസ് വീണ്ടും ആഡ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോഴും നമുക്ക് ബ്രൗൺ ഷുഗർ കിട്ടും. പിന്നെ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും മറയൂർ ശർക്കരയെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ മറയൂർ ചെല്ലുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ് നല്ലപോലെ കാണാൻ പറ്റും. അവർ വലിയ പാത്രത്തിൽ ഈ ഷുഗർ കെയിൻ്റെ ജ്യൂസ് ഇട്ടിട്ട് അത് തിളപ്പിച്ച് അതിനകത്തുനിന്ന് സിറപ്പ് പോലെയുള്ള വസ്തു വരും. അത് പിന്നെയും വെള്ളം വറ്റിച്ചാണ് നമുക്ക് ഈ ശർക്കരയായിട്ട് കട്ടിയായിട്ടുള്ള വസ്തു കിട്ടുന്നത്. അത് 2-3 നിറത്തിൽ നമുക്കത് ലഭിക്കും. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനകത്ത് ഈ മൊളാസസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതലായിട്ട് റിഫൈൻഡ് ആയിട്ട് വസ്തു, അതായത് ഏറ്റവും കൂടുതൽ സംസ്കരിച്ച ഷുഗർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചസാരയാണ്. കുറച്ച് മാത്രം സംസ്കരിച്ച ഒന്നാണ് ബ്രൗൺ ഷുഗർ. കൂടുതലും അല്പം പോലും സംസ്കരിക്കാത്ത ഒന്നാണ് നമുക്ക് ഈ ശർക്കരയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ശർക്കരയിൽ നമുക്ക് ആ ഷുഗർ കെയിൻ്റേതായിട്ടുള്ള കുറച്ച് പ്ലാന്റിൻ്റേതായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, ധാതുക്കളുണ്ട്, കുറച്ച് ഫൈബറൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ പഞ്ചസാര വരുമ്പോൾ അത് സുക്രോസ് മാത്രമേ ഉള്ളൂ. ബ്രൗൺ ഷുഗറിനകത്താണെങ്കിൽ അല്പം മിനറൽസും അല്പം വൈറ്റമിൻസും ഉണ്ട്. പക്ഷേ അത് വലിയ സിഗ്നിഫിക്കൻ്റ് എമൗണ്ടിലൊന്നും അല്ല. അപ്പോൾ ഇത് രണ്ടും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. അതേസമയത്ത് നമുക്ക് ശർക്കരയിലേക്ക് കടക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മഗ്നീഷ്യം ഉണ്ട്, കുറച്ച് പൊട്ടാസ്യം ഉണ്ട്, കുറച്ച് അയണുണ്ട്,
പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശർക്കരയ്ക്കകത്തുണ്ട്. അപ്പം ഇത് മൂന്നും കൂടി അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഈ മൂന്നിൽ ശർക്കരയാണ് നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രമേഹമുള്ളവരെ സംബന്ധിച്ച് ഇത് മൂന്നും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറെക്കുറെ ഒരുപോലെയാണ്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം എത്ര വേഗത്തിലാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസായിട്ട് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു അളവുകോലാണ്. അത് സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55ആണ്. കൂടുതലെന്ന് പറയുമ്പോൾ 70 കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള ബ്രൗൺ ഷുഗറിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 64ആണ്. അതേ സമയത്ത് നമ്മുടെ പഞ്ചസാരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 65ആണ്. നമ്മുടെ ശർക്കരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരുപോലെ തന്നെയാണ്. ഇത് മൂന്നും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുന്ന രീതിയും അതുപോലെ തന്നെ ഉയർത്തുന്ന ലെവലും ഏറെക്കുറെ ഒരുപോലെയാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഇത് അത്ര ഈ മൂന്ന് മധുരങ്ങളും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ശർക്കരയാണ് ഈ മൂന്നിലും ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റൊന്ന് ഇതിനകത്തെ കാലറിയാണ്. ഇത് മൂന്നിനകത്തും കാലറി നല്ലപോലെയുണ്ട്. അപ്പോൾ കാലറി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തും. പോഷകങ്ങളുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുന്നതിലും ഇത് മൂന്നും ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുന്നത് വൈറ്റ് ഷുഗറാണ്, അതായത് പഞ്ചസാര. അപ്പം നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കൂടുതലായിട്ട് ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബീറ്റാ കോശങ്ങൾ കൂടുതൽ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ കൂടുതൽ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റാ കോശങ്ങൾ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതിനകത്ത് അധിക വർക്ക് വരും, അല്ലെങ്കിൽ അധിക ഭാരം വരും. അപ്പോൾ അത് ചിലപ്പോൾ അതിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചേക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രമേഹം ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ മധുരം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വേണം, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം വേണം, ശർക്കര ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം വേണം. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഈ മൂന്ന് മധുരങ്ങളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. മറ്റുള്ളവരെ സംബന്ധിച്ച്, അതായത് പ്രമേഹം ഇല്ലാത്തവരും ഇങ്ങനെയുള്ള മധുരങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ശർക്കരയാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ എവിടെ നിൽക്കുന്നു, സാധാരണ വൈറ്റ് ഷുഗർ എവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ശർക്കര എങ്ങനെയാണ്, ഈ മൂന്നിനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.